സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് ജമാഅത്തിന്റെ വിഷയമാണ്. വളരെ ശ്രദ്ധയോടെ നമ്മളെല്ലാവരും പങ്കെടുക്കേണ്ട ജമാഅത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള ജമാഅത്താണ് ഇശാഇന്റെ ജമാഅത്ത്. ഇവിടെ എല്ലാ ജമാഅത്തുകൾക്കും ആളുകളുണ്ട് എന്നാണ് പൊതുവെ എൻ്റെ അറിവ്. മഗ്രിബിന് ഇപ്പൊ ഞാൻ കണ്ടല്ലോ കുറെ ആളുകളുണ്ട്. കണ്ട ഒന്ന് കാണാത്തതിന് മേൽ തെളിവാണല്ലോ. ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങൾക്കും ഞാനില്ല. ഇശാഇനാണ് സ്വഹാബത്ത് കൂടുതൽ കാത്തു നിന്നൊരു ജമാഅത്തുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇശാഇന് ജമാഅത്തിന് വരാൻ വൈകി. നമ്മളാണെങ്കിൽ ആ വാച്ചിലേക്ക് ഇങ്ങനെ നോക്കും, ഉസ്താദ് എവിടെ? കുറച്ചുകൂടി കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കും, ഉസ്താദ് എവിടെ? ഉസ്താദ് ഇപ്പൊ വരും. പിന്നെ ഉസ്താദ് എവിടെ? നമ്മൾ കാത്തിരിക്കാണ്. നല്ല നിയത്തോടെ കാത്തിരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്, വലിയ കൂലിയുണ്ട്. നമ്മൾ അരുതാത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാത്തിരിപ്പന്നെ നല്ലോണം ദിക്റൊക്കെ ചൊല്ലി, സ്വലാത്തൊക്കെ ചൊല്ലി, ഖുർആനൊക്കെ ഓതി അങ്ങനെ കാത്തിരിക്കാം. ഇത്തികാഫ് നിയത്ത്, ആ കാത്തിരിപ്പിന് വലിയ പവിത്രതയുണ്ട്. കാരണം ആ കാത്തിരിപ്പ് അല്ലാഹു തആല നമ്മളാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. വന്തിളാറു സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ കാത്തു കഴിയുക എന്നൊരു ഏർപ്പാട് അത് പഠിപ്പിച്ചപ്പോ, ആ ഒരു സുന്നത്ത് പഠിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫദാലിക്കുമുർ റിബാത്ത്, സജ്ജീകരണം, സന്നദ്ധത, സജീവത എന്നൊക്കെ പറയില്ലേ, സത്യത്തിൽ അതാണ് സജീവ പ്രവർത്തകനാന്ന് അറിഞ്ഞതിനെ പറ്റി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം 5 വക്ത് ജമാഅത്തിനുണ്ടെന്നാണ്. ഇന്തിളാറു സ്വലാത്തി ബഅദ സ്വലാ നമ്മുടെ നാടുകളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിലേക്ക് നോക്കാൻ വല്ലാത്തൊരു സൗന്ദര്യമാണ്. തബാറക്കയും ഇദാവക്കാത്തിയും സജദാ സൂറത്തും സൂറത്തുൽ ഹശ്റും സൂറത്തുൽ ദുഖാനും ഒക്കെ ഓതിയിട്ട്, സബഉൽ മുൻജിയാത്തും യാസീനൊക്കെ ഓതിയിട്ട് ഒരു വിഭാഗം നല്ല നല്ല മഹാന്മാർ അവരാ ഔറാദുകൾ അങ്ങ് തീരുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുത്തു. അതുകൊണ്ടല്ല ഔറാദ് കൊണ്ട് സമയം അറിയാന്നുള്ളൊരു വിഷയം ഇസ്ലാമിൽ പറഞ്ഞത്. ഔറാദുകൾ തീരുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുത്തു. ഇത്രയും നേരം ഇവർ ഓതിക്കാത്തിരുന്നത് വിശുദ്ധമായ ഇശാഇനെയാണ്. ഇശാ നിസ്കാരം നിർവഹിക്കാത്തത് കൊണ്ടാണല്ലോ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നിറങ്ങുമ്പോ ഒട്ടകം ഓടി വന്ന് തങ്ങളെ മുന്നിൽ നിൽക്കുന്ന രംഗം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരൊട്ടകം ഓടി വരുന്നു, പിന്നാലെ ഒട്ടകത്തിന്റെ ഉടമസ്ഥനുണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട്. ഞാൻ ഇതിനെ അറുക്കാൻ തീരുമാനിച്ചു വന്നതാണ്. അനുസരണക്കേട് കാണിക്കുന്നു ഒട്ടകം. ഒട്ടകത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അങ്ങനെയാണോ? ഒട്ടകം പറഞ്ഞു, അതെ അങ്ങനെ തന്നെ. എന്താ കാര്യം? ഈ കുടുംബനാഥനും അദ്ദേഹത്തിന്റെ കുടുംബക്കാര് മഗ്രിബൊക്കെ നിസ്കരിക്കും, പക്ഷേ ഇശാ നിസ്കരിക്കാതെയാണ് അവർ ഉറങ്ങാറുള്ളത്. അതുകൊണ്ട് അവർക്ക് അനുസരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്, മടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, ഒട്ടകം പറയുന്നത് ശരിയാണോ? ഒട്ടകം പറയുന്നത് തീർത്തും ശരിയാണ്. എങ്കിൽ നിങ്ങൾ ഇശാ നിസ്കാരം നിർവഹിക്കണം, എന്നാൽ ഒട്ടകം നിങ്ങളെ അനുസരിക്കും. ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി അർദ്ധരാത്രിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഒരു സന്ദർഭമുണ്ട്. പള്ളിയിൽ വന്നപ്പോൾ കുറെ സ്വഹാബത്ത് കാത്തിരിപ്പുണ്ട്. ജോലിക്കാരായി തിരക്കുള്ള ആളുകളൊക്കെ ഒറ്റക്കും തെറ്റക്കും നിസ്കരിച്ചു പോയിട്ടുണ്ട്. എന്നാലും ആ ജമാഅത്ത് കാത്തു കഴിയുന്ന നല്ലൊരു വിങ് അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഭൂമി ലോകത്ത് മറ്റാരും ഇല്ല. ഒരു ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി എത്ര മണിക്കൂറാണ് കാത്തിരിക്കുന്നത്! സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ് ഇശാഇന്റെ ജമാഅത്ത്. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഇശാഇന്റെ ജമാഅത്തിൽ നന്നായി സംബന്ധിക്കണം. ഇശാഇന്റെ ജമാഅത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ മഹത്വമുണ്ട്. നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ഓതിക്കൊണ്ട് ഇമാമിന്റെ ഓത്ത് കേട്ടുകൊണ്ടുള്ള നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. ആ നിസ്കാരങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു നിസ്കാരമാണല്ലോ ഇശാ നിസ്കാരം. ളുഹറിന് നമ്മൾ ഓത്ത് കേൾക്കുന്നില്ല, അസ്റിനും ഓത്ത് കേൾക്കുന്നില്ല,
മഗ്രിബിനും ഇശായിനും സുബഹിക്കുമാണ് ഒത്തു കേൾക്കുന്നത്. ഈ ഇശായിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാത്തവരെ പറ്റി സ്വഹാബത്തിന്റെ അഭിപ്രായം പറയട്ടെ. അത് മാത്രം ഞാൻ ഇന്ന് വിഷയം പറഞ്ഞാൽ നമ്മൾ ആയത്തെവിടെ എത്തൂല. ഇശായിന്റെ ജമാഅത്തിനും സുബഹിന്റെ ജമാഅത്തിനും രണ്ടിൽ ഒന്നിൽ വരാത്തവരെ പറ്റി എന്റെ അഭിപ്രായമല്ല കേട്ടോ, സ്വഹാബത്ത് പറഞ്ഞ അഭിപ്രായമാണ്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിറിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. എന്താണ് സ്വഹാബത്തിന്റെ നിലപാട്? ഇശാന്റെ മാത്രം വല്ലുണ്ടോ? ഇല്ല. സുബൈക്ക് ഇടക്കൊക്കെ. എന്നാ പിന്നെ ഓനെപ്പറ്റി പറയേണ്ട അഭിപ്രായം എന്താണെന്നറിയോ? ഓ മുനാഫിക്കാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ജമാഅത്തിന് വരാത്തവരൊക്കെ മുനാഫിക്കാന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയണ്ട കേട്ടോ. പക്ഷെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാകൂലെന്നും കൂടി മനസ്സിലാക്കിയോളൂ. അതിനാ പറഞ്ഞത്. ഇശാന്റെ ജമാഅത്തിന് വരില്ല, എന്നാ ഓനിൽ എന്തോ ഒരു നിഫാക്കുണ്ട്, എന്തോ ഒരു കാപ്പറ്റുണ്ട്, വിശ്വാസ രംഗത്ത് എന്തോ ഒരു വൈകല്യമുണ്ട്. കാരണം മൂമിനായ മനുഷ്യൻ ഇശാന്റെ ജമാഅത്ത് ഒഴിവാക്കൂല, സുബീന്റെ ജമാഅത്ത് ഒഴിവാക്കൂല. ബാക്കിയൊക്കെ തിരക്ക് പിടിച്ച നേരങ്ങൾ ളുഹറിനും അസുറിനൊന്നും മദീനത്തെ പള്ളിയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാറില്ല. കാരണം കർഷകരുണ്ട്, ഒട്ടകത്തെ മേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, പരിമിതമായ ആളുകളെത്തും. ഏറ്റവും അധികം ആളുകൾ എത്തുന്നത് ജുമുഅ കഴിഞ്ഞാൽ സുബഹിക്കാണ്. പിന്നെ കൂടുതൽ ആളുകൾ എത്തുന്നത് ഇശാഇനാണ്. നമ്മളെ ചില നാടൻ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ജമാഅത്തിൽ ഏറ്റവും കൂലി കുറഞ്ഞ ജമാഅത്ത് മഗ്രിബിനാണ്. സുബഹിക്ക് മറ്റൊക്കെ ആൾക്കാർക്കൊക്കെ ഫ്രീ ആണ്, വാഹനങ്ങളുടെ സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സ്വർഗീയ ജീവിതത്തിലാണ്. നിങ്ങൾ കരുതിയ നമ്മളൊക്കെ പ്രയാസ ജീവിതത്തിലാണ്? സ്വർഗീയ ജീവിതത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സ്വർഗീയ സമാനമായ ജീവിതം. എന്ത് സൗകര്യങ്ങളോട് കുറവുള്ളത്? വല്ലിപ്പാര് ഉപ്പാപ്പമാര് അവര് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതിയത്. അവരുടെ വീട്ടിന്റെ ഉള്ളിലുള്ള അടുപ്പിലേക്ക് മണിക്കൂർ കണക്കിന് ഊതിയിട്ടാണ് അവർ കത്തിച്ചിരുന്നത്. സഹോദരിമാര് സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് മണിക്കൂർ നേരം രണ്ട് കൈയും മാറി മാറി വലിച്ചിട്ടാണ് വെള്ളം കോരിയിട്ട് അവരുടെ കലങ്ങൾ മുഴുവനും നിറച്ചിരുന്നത്. ഒരുപാട് നേരം കുമിഞ്ഞു നിന്നിട്ടാണ് തേങ്ങയും മറ്റും അരച്ചിരുന്നത്. ഇന്ന് സുബ്ഹാനല്ലാഹ് അലക്കാൻ പോലും കുമ്പിടാത്തൊരു കാലമാണ്. കുളിക്കാൻ ഏതോ മെഷീന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കേട്ടു. നിങ്ങളാരോ അറിഞ്ഞോന്നറിയില്ല. അതിനും കൂടി ഒന്ന് നിന്ന് കൊടുത്താൽ മതി. തേക്കാനുള്ള ഇടത്ത് മുഴുവനും ഉപകരണങ്ങൾ തേച്ചോളും. സോപ്പും ഒരു ഉപകരണത്തിന്റെ വക, ചകിരിയും മറ്റൊരു വക. നമ്മൾ സ്വിച്ച് ഓൺ കർമ്മം മാത്രം നടത്തിയാൽ മതി. ആ രൂപത്തിൽ സ്വർഗീയ സമാനമായ ജീവിതം നയിക്കുന്ന നമ്മള് ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന നമ്മളെ ഈമാൻ ഒരു പിഴുക്കുത്ത് വരും. സ്വഹാബത്ത് അങ്ങനെ കണ്ടിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, ഇബ്നു ഹജർ ഹൈതമി തങ്ങളാണ്. അപ്പൊ അവർ അങ്ങനെ കണ്ടൊരു ജമാഅത്ത് നമ്മൾ ഒഴിവാക്കിക്കൂടാ. എല്ലാ ജമാഅത്തുകളും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. ഔലിയാക്കളുടെ ഗുണം പറഞ്ഞിടത്ത് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അടുത്ത് പറയുന്നത് കാണാം. വിലായത്തിന്റെ റുത്തുബയിലേക്ക് എത്തുന്ന മഹാന്മാരെ കുറ്റിപ്പറ്റി പറഞ്ഞപ്പോ അവര് ജമാഅത്ത് സുന്നത്തായിട്ടല്ല കണക്കാക്കുക, നിർബന്ധമായിട്ടാണ്. ജമാഅത്ത് ഒഴിവായി പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു നിധി നഷ്ടപ്പെടും പോലെയാണ് അവർക്ക്. അത്രയും സങ്കടം. ഒരു ജമാഅത്ത് ഒഴിവായി പോയതിന്, ഒരു ജമാഅത്തിന് കിട്ടുന്നത് നമ്മളൊക്കെ കണക്കാക്കാം, നമ്മളൊക്കെ പറയലല്ലോ 27 ദറജ. 27 വട്ട നിസ്കാരം നിസ്കരിച്ച താബീങ്ങളുണ്ട്. ഒരു ജമാഅത്ത് എങ്ങനെ പോയത്? വീട്ടിലൊരു അതിഥി വന്നതാണ്. അതിഥി സൽക്കരിക്കുന്ന ആൾക്ക് ജമാഅത്തിന് വരേണ്ട ഉദറുണ്ട്. പക്ഷേ അവർ ആ ഉദറൊക്കെ നോക്കി നിൽക്കാറ് നമ്മളല്ലേ. അവരൊക്കെ ആ ഉദറുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് എന്നാലും എനിക്ക് ജമാഅത്ത് പോകരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ്. ആ അതിഥിയെ ഒന്ന് സൽക്കരിച്ച് വന്നു നോക്കുമ്പോ ജമാഅത്ത് കഴിഞ്ഞു, ദുഹറിന്റെ ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്, ഒരാൾ പറഞ്ഞു അപ്പള്ളിയിൽ പോയാൽ ഒരു പക്ഷേ കിട്ടാൻ സാധ്യത ഉണ്ട്, അങ്ങോട്ട് പോയി, അവിടെയില്ല. അവിടുന്ന് ഒരാൾ പറഞ്ഞു മറ്റേ പള്ളിയിൽ ഈ ടൈമിലാ തുടങ്ങാറുള്ളത്, അവിടെ പോയി, അവിടെയും കഴിഞ്ഞിട്ടുണ്ട്. സങ്കടം തീരാത്തത് കൊണ്ട് പിന്നെ എടുത്ത തീരുമാനമാണ് 27 തവണ ളുഹർ നിസ്കരിക്കുക തന്നെ. എന്തേ അങ്ങനെ ഒരു തീരുമാനം പുറപ്പെടുവിക്കാനുള്ള കാരണം?
മറ്റൊന്നുമല്ല, ആ ജമാഅത്ത് അവരുടെ ആത്മീയമായ നിലക്ക് അത്രയും ഒരു ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്, ഈമാനിൽ അത്രയും വലിയൊരു ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് ജമാഅത്ത്. അതുകൊണ്ട് മുനാഫിഖുകൾക്ക് ഭാരമുള്ള ജമാഅത്തായിട്ട് സുബഹിയും ഇശാവും പറഞ്ഞത്. ഇശായിന്റെ നേരമാകുമ്പോ ഭക്ഷണം കിട്ടി ഒന്ന് ചാഞ്ഞ് ചെരിഞ്ഞ് നിന്നൊന്ന് പെട്ടെന്ന് നിസ്കരിച്ചൊന്ന് ചെരിഞ്ഞാൽ ഉറക്കത്തിന് സുഖമാണ്. സുബഹിക്കാണോ ഉറക്കം നല്ല ഹൈ റേഞ്ചിൽ എത്തുന്ന സമയമാണ്. അതുകൊണ്ട് മുനാഫിക്കുകൾക്ക് അത് രണ്ടും പ്രയാസമാണ്. ഈമാനുള്ളവർക്ക് പ്രയാസമല്ല, അവർക്ക് സന്തോഷം നൽകുന്ന ജമാഅത്താണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട്, ഉപ്പമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട്, നമ്മുടെ ഈ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും തനിച്ചാക്കി പോകാതെ ഇശാഇന്റെ ജമാഅത്തിനും ഹദ്ദാദിനും സംബന്ധിക്കണം. ഹദ്ദാദിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയം പറയുന്ന അവസാനത്തിലൊന്ന് സൂചിപ്പിക്കും.